എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. നിങ്ങൾ ഇന്നുവരെ കേൾക്കാത്ത, ശ്രദ്ധിക്കാത്ത, ആരും പ്രസംഗിക്കാത്ത ഒരു സത്യം നിങ്ങളോടുകൂടെ പങ്കുവയ്പ്പാൻ കർത്താവിൽ ആഗ്രഹിക്കും. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചവരോട്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളെ എന്നോടുകൂടെ പാർക്കുന്നവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു. അടിവരയിടണം, ദൂരത്ത് നിന്ന് വന്നവർ എന്ന് പറഞ്ഞു. അതാണ് അവരെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ടെന്ന് ചോദിച്ചു. 7 എന്നവർ പറഞ്ഞു. അവൻ പുരുഷാരത്തെ നിലത്തിരുത്താൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പാൻ കൊടുത്തു. അവർ പുരുഷാരത്തിനെ വിളമ്പി. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു. അവർ തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. അവർ ഏകദേശം 4000 പേരായിരുന്നു. അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരുടെ കൂടെ പടകേറി ദൽമനൂഥ അംശങ്ങളിലെത്തി. അനന്തരം പരീശന്മാർ വന്ന് അവനെ പരീക്ഷയുടെ ആകാശത്തു നിന്ന് ഒരു അടയാള മനുഷ്യനെ അവനുമായി തർക്കിച്ചു തുടങ്ങി. യേശു കർത്താവ് ആത്മാവിൽ ഞരങ്ങി, ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് വിടുന്നു. അവിടെ നിന്ന് പിന്നെയും പടക് കയറി അക്കരയ്ക്ക് കടന്നു. അവർ അപ്പം കൊണ്ടുവരുവാൻ മറന്നിരുന്നു. പടകിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നു. അടിവരയിടേണ്ട ഒരു വാക്യമാണ്, ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നു. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചുമാവ് ഹെരോദിന്റെ പുളിച്ചുമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. നമുക്ക് അപ്പമില്ലായകയാൽ എന്നവർ തമ്മിൽ പറഞ്ഞു. ഹെരോദിന്റെയും പരീശന്മാരുടെയും പുളിച്ചുമാവ് സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരുടെ ചിന്ത, ഇത് അപ്പം എടുക്കാത്തത് കൊണ്ടാണ്, ഇല്ലായകയാലാണെന്ന് പറയും. ശ്രദ്ധിച്ചു നോക്കണേ, അപ്പോസ്തലന്മാരുടെ ചിന്തകൾ പോയത്. അത് യേശു അറിഞ്ഞവരോട് പറഞ്ഞത്, അപ്പം ഇല്ലായകയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർക്കുന്നതുമില്ലയോ? 5000 പുരുഷന്മാർക്ക് ഞാൻ 5 അപ്പം നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്നവർ ഉത്തരം പറഞ്ഞു. ആൻസർ കറക്റ്റ് ആണ്. 4000 പേർക്ക് 7 നുറുക്കിയപ്പോൾ കഷണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7 എന്നവർ പറഞ്ഞു. പിന്നെ അവൻ അവരോട്, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് ബെത്സേദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവൻ്റെ ഇടയിൽ കൊണ്ടുവന്നു. അവനെ തൊടാനിടത്തിന് അപേക്ഷിച്ചു. കുരുടനെ കൈക്ക് പിടിച്ചു ഊരിന് പുറത്ത് കൊണ്ടുപോയി അവന് കണ്ണിൽ തുപ്പി അവന്റെ കൈമേൽ അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടെന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവൻ നടക്കുന്നത് മരങ്ങൾ പോലെ എത്ര കാണുന്നതെന്ന് പറഞ്ഞു. പിന്നെയും അവൻ കണ്ണിൽ മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ച് മിഴി നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. ഈ ഊരിൽ കടക്ക പോലും അരുതെന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിലേക്ക് അയച്ചു. ഓക്കെ, it's a long scripture. Thank God for reading the scripture. You are blessed. വചനം വായിക്കുന്നത് ഒരു അനുഗ്രഹം. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബോട്ടിലിരിക്കുമ്പോൾ തന്റെ അപ്പോസ്തലന്മാരോട് ചോദിച്ചൊരു ചോദ്യം, പരീശന്മാരുടെ പുളിച്ചമാവ് ഹെരോദ്യരുടെ പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഉടനെ ചോദിച്ചു, കർത്താവ് ഇപ്പം എത്ര അപ്പൊ അതിനൊരു മറുപടിയായിട്ട് അവർ വിചാരിച്ചു അപ്പം ഇല്ലായകയിലായിരിക്കും അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുക. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട്. യേശു കർത്താവ് അപ്പം എടുക്കുവാനായിട്ട് ഇവർ മറന്നുപോയി. പക്ഷേ ബോട്ടിൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. ഓക്കെ, അപ്പൊ ഈ നിറച്ചെടുത്ത കൊട്ടം വട്ടി അപ്പകഷ്ണങ്ങൾ പടകിൽ എടുത്തുകൊണ്ട് വരാത്തത് കൊണ്ടാണ് യേശു ഇത് പറഞ്ഞതെന്ന് വിചാരിച്ച ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണോ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കൃത്യമായിട്ട് കുറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. എന്തുവാ? നിങ്ങൾ ഇത് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? ഗ്രഹിക്കുന്നില്ലയോ? നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുന്നുവോ? കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ലയോ? ഓർമ്മിക്കുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഓർക്കാനും ഹൃദയത്തിനകത്ത് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ തുടർന്ന് അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളും ഈ ചോദ്യത്തിന് മുമ്പിൽ നിന്നിട്ടുണ്ട്. ഈ ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, ആൻസർ കണ്ടെത്തിയെന്ന് അറിയത്തില്ലെങ്കിലും ഇന്ന് ഈ വീഡിയോയിൽ കേൾക്കുന്ന നിങ്ങൾ ഈ സന്ദേശത്തിന്റെ ആൻസർ കണ്ടെത്തിയിട്ടേ പോകത്തുള്ളൂ. അപ്പൊ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ഇത് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? എൻ്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴും നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായിട്ടില്ല. എന്തോ അപ്പം വട്ടി കൊട്ട 12 കൊട്ട നിറച്ചെടുത്തു, 7 കൊട്ട നിറച്ചെടുത്തു, ഒരപ്പം ഉണ്ടായിരുന്നു. പരീശന്മാരെ പുളിച്ച മാവ് സൂക്ഷിക്കാനായിട്ട് പറയുന്നു.
അടയാളങ്ങൾ അന്വേഷിക്കുന്ന പരീശന്മാർക്ക് അടയാളം, അത് ഈ തലമുറയോട് എന്തിന് അടയാളം അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞ കർത്താവ് സംസാരിച്ചു. ഇതെല്ലാം നമ്മൾ വായിച്ചതില്ലേ. വാസ്തവത്തിൽ 5 അപ്പം കൊണ്ട് ഈ 2 ഇൻസിഡൻസ് ആണ്. ഒന്ന്, നമ്മളിത് കൂടുതൽ വായിക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിലെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അത്ഭുതമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്കറിയാൻ പറ്റും, യേശു കർത്താവ് 3 ദിവസം അവരോടുകൂടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. അവർക്ക് ഫുഡില്ല, ആഹാരമില്ല, വിശന്നവർ വലഞ്ഞു പോകുമെന്ന് അറിഞ്ഞ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ് ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാൻ പറയുന്നു. താൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ഫിലിപ്പ് എന്ന് പറഞ്ഞ കണക്ക് സാറാണ്. കണക്ക് സാറായിരിക്കുന്ന ഫിലിപ്പ്, അദ്ദേഹം ഒരു കാൽക്കുലേഷൻ നടത്തി. അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ വെച്ച് 20 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ ഈ ആഹാരം കൊടുക്കാൻ തികയത്തില്ല എന്ന് പറഞ്ഞു. അവർക്ക് തൃപ്തിയായിട്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ആളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് അന്ത്രയോസ് എന്നാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാൾ. ഫിലിപ്പ് എന്ന് പറയുന്ന ആള് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അന്ത്രയോസ് എന്ന് പറയുന്നവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തോ അന്വേഷിക്കുക? അയാൾക്ക് മനസ്സിലായി ഇത് കാശ് കൊടുത്ത് വാങ്ങിച്ച് നടക്കാൻ അത്ഭുതമല്ല, മറിച്ചത് കർത്താവ് എന്തോ ചെയ്യാൻ പോകും. കർത്താവ് എന്തോ ചെയ്യാൻ പോകുന്നതിന്റെ അന്വേഷണത്തിൽ ഒരു ബാലകനെ കണ്ടെത്തി. അവന്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉള്ളത് കണ്ടു. ഈ യവത്തപ്പം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, സാധുക്കളുടെ ഫുഡാണ്. പണമുള്ളവർ ഗോതമ്പ് കഴിക്കുമ്പോൾ സാധുക്കൾ യവത്തപ്പം കഴിക്കും. അങ്ങനെ ഈ ബാലകൻ വളരെ സാധുവായ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ദരിദ്രനായ ഒരു കുഞ്ഞാണ്. എൻ്റെ മാതാപിതാക്കൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ 5 അപ്പത്തിന്റെ യവത്തപ്പം എന്നൊക്കെ പറയാൻ നമ്മളിങ്ങനെ മിശിഹാ ചരിത്രത്തിൽ കാണുന്ന പോലെ വലിയ കോക്കനട്ട് പിന്നെ വലിയ അപ്പമൊന്നുമല്ല. ഒരു കൊച്ചു ബാലകന്റെ കയ്യിൽ ടിഫൻ ബോക്സിൽ ഇരിക്കുന്ന 5 ആർലി കുക്കിയും 2 നെത്തോലി വറുത്തയായിരിക്കും എന്ന് തോന്നുന്നു. ചെറിയ മീൻ, ചൂര വറുത്താൻ്റെ കൂട്ടൊക്കെ നമ്മൾ കാണുന്നെങ്കിലും അങ്ങനെയല്ല. സാധുവായ കുഞ്ഞ് ഇത് അന്വേഷിച്ച ആൻഡ്രൂവിന്റെ കയ്യിൽ കിട്ടി. ആൻഡ്രൂ ഇത് കർത്താവിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. ഞാൻ ഒന്നുകൂടെ പറയാം. ഫിലിപ്പ് അദ്ദേഹം കണക്ക് കൂട്ടുമ്പോൾ അന്ത്രയോസ് അന്വേഷിച്ചു. ഇത് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇവിടെ കർത്താവ് യേശുക്രിസ്തു അത്ഭുതങ്ങളെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. എങ്ങനെ അത്ഭുതം നടന്നെന്നോ, 7 കൊട്ട എങ്ങനെ നിറച്ചെടുത്തുന്നോ, 12 കൊട്ട എങ്ങനെ നിറച്ചെടുത്തുന്നോ, എങ്ങനെ 5000 പേരെ പോഷിപ്പിച്ചെന്നോ, 4000, ഇതൊന്നുമല്ല കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. യേശു കർത്താവ് അവരോട് സംസാരിക്കുന്നത് പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിക്കണം. എന്നിട്ട് ഇവരുടെ മനസ്സിലെ ചിന്തയ്ക്കനുസരിച്ചാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. നിങ്ങൾ 5000 പേരെ പോഷിപ്പിച്ചാൽ എത്ര കൊട്ട നിറച്ചെന്ന് ചോദിച്ചു. 12. 4000 പേരെ പോഷിപ്പിച്ചപ്പോൾ എത്ര കൊട്ട നിറച്ചെന്ന് ചോദിച്ചു. അത് 7 എന്ന് പറഞ്ഞു. എന്നിട്ട് താഴെ പറയും, ഇപ്പോഴും നിങ്ങൾക്ക് ഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ, മർക്കോസിന്റെ സുവിശേഷത്തിൽ മറുപടി പറയാത്ത ഏക ചോദ്യം ഇതാണ്. എനിക്ക് തോന്നുന്നു ആ കടലിന്റെ ഓളങ്ങളിൽ അല തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം, ആൻസറില്ല, സൈലന്റ് ആണ്. മർക്കോസ് ഇവിടെ സൈലന്റ് ആണ്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ കേൾവിക്കാരായ യഹൂദന്മാരായ ശിഷ്യന്മാർക്ക് കൃത്യമായിട്ട് ഇത് കേട്ടപ്പോൾ എന്തോ ഗ്രഹിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾക്ക് ഇത് ഗ്രഹിക്കുന്നില്ലയോ എന്ന് ചോദിക്കും. ഓക്കെ, ഇങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കാണുന്നുണ്ട്. 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് ഇടയനില്ലാത്ത ആടുകളെ പോലെ കാണുന്നു എന്നൊക്കെ പറയുന്നു. വാസ്തവത്തിൽ ആ കോട്ട് കർത്താവ് എടുത്തത് എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായത്തിൽ നിന്നാണ്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്ക് ഇടയനില്ലാത്ത ആടുകളാണ്, ഭക്ഷണമില്ല, കാട്ടുമൃഗങ്ങൾ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഞാൻ തന്നെ അവർക്ക് ഇടയനായി മാറുമെന്ന് എസെക്കിയേൽ 34 ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഇവിടെ കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ അവരോട് പറയുന്നില്ല. അന്ന് അവിടെ പുൽപ്പുറം ഉണ്ടായിരുന്നു. ഈ പുൽപ്പുറത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നിശ്ചയമായിട്ട് അത് സ്പ്രിംഗ് സീസണിലാണ് വരുന്നത്. ഏകദേശം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഏകദേശം 10 മാസത്തോളം പച്ചിപ്പുണ്ടാവും. 2 മാസം വരണ്ടിരിക്കും. കൂടുതൽ 4 മാസത്തോളം വരണ്ട കാലമാണ്. എങ്കിലും ഇത് സ്പ്രിംഗ് സീസൺ ആയതിന്റെ കാരണം അവിടെ എല്ലാം പുല്ലുണ്ടായിരുന്നു. കാരണം എസ്പെഷ്യലി ഇത് സംഭവിക്കുന്നത് പാസ് ഓവറിന് തൊട്ട് മുമ്പാണ്, പെസഹയുടെ സമയത്ത്. അപ്പോൾ അവിടെ അവരെ ഇരുത്താൻ പറയുന്നു. അവർക്കെല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. 5000 പുരുഷന്മാരെന്ന് പറഞ്ഞ ഏതെങ്കിലും പക്ഷം 20,000-ഓളം ആളുകൾ ഉണ്ടാകുമെന്ന് വേദപുസ്തകം പഠിക്കുന്നവരൊക്കെ പറയാറുണ്ട്. ശേഷിച്ചൊരു 12 കൊട്ട നിറച്ചെടുക്കുവാൻ ആവശ്യപ്പെടുന്നു. 12 കൊട്ട അവർ നിറച്ചെടുത്തു. കൊട്ടയല്ല, 12 കുട്ട. ഈ 12 കുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 12 അപ്പോസ്തലന്മാർ അവിടെയുണ്ട്, 12 കുട്ട എവിടെയുണ്ട്, മാത്രമല്ല 12 ഗോത്രങ്ങൾ അവിടെയുണ്ട്. സോ 12 ബാസ്ക്കറ്റ്, 12 അപ്പോസ്തലന്മാർ, 12 ട്രൈബ്സ്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒന്ന് വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ അപ്പം കൊണ്ട്, ഇവിടെ ഞാൻ ആ വാക്യം വായിക്കുകയാണ്, 5000 പേർക്ക് ഞാൻ 5 അപ്പം നുറുകിയപ്പോൾ കഷണങ്ങൾ എത്ര കൊട്ട
കുട്ടയല്ല കേട്ടോ, കോട്ടയം. സോ സോറി, മലയാളം പോലും അറിയുന്നില്ല. വെരി സോറി. കൊട്ട നിറച്ചെടുത്ത് മലയാളത്തിൽ എങ്ങനെയാ കേട്ടോ, കുട്ടയാണോ കോട്ടയെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്ന മലയാളം അറിയാവുന്നവർ ദയവായിട്ട് പരിഹസിക്കാതെ ഒന്ന് പറയണം. ഇവിടെ എഴുതിയിരിക്കുന്നത് എത്ര കൊട്ട നിറച്ചെടുത്തുന്ന കേട്ടോ. എന്തുവാലും ആയിക്കോട്ടെ. ഇവിടെ ഈ കൊട്ട എന്ന് പറയുന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഹീബ്രു അല്ലെങ്കിൽ ഗ്രീക്ക് പദം കോഫിനോസ് എന്നാണ്. കോഫിനോസ്, KOPHINOS, കോഫിനോസ്. ഈ കോഫിനോസ് എന്ന് പറയുന്നത് സ്മോൾ സ്റ്റിഫ് വിക്കർ. സ്മോൾ സ്റ്റിഫ്, അതായത് വളരെ കട്ടി കൂടിയ ചെറിയ ഒരു ബാസ്ക്കറ്റ്. ഇത് യഹൂദന്മാർ എവിടെയെല്ലാം യാത്ര ചെയ്യുമോ അവരുടെ എല്ലാം കയ്യിൽ ഇതുണ്ടാവും. പ്രത്യേകിച്ച് ഇവര് അന്യ മതസ്ഥരുടെയൊക്കെ ഇടയിൽ പോകുമ്പോൾ അവരുടെ ഫുഡ് കൊണ്ടുപോകാനും, അത് കോഷർ ഫുഡാണ്, അതായത് ദൈവം നിഷേധിച്ചത് അവർക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. അപ്പം ഇവർക്ക് വേണ്ട ആഹാരവും പ്രൊവിഷൻസ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഇവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന ചെറിയ ഒരു, നമ്മുടെ സഹോദരിമാരെ കൊണ്ടു നടക്കുന്ന കൊച്ചു ബാഗ് പോലെ ഒരു കുഞ്ഞു ബാഗാണ് സ്മോൾ ബാസ്ക്കറ്റ്. അതിനെയാണ് കോഫിനോസ് എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കണം. 5000 പേരെ പോഷിപ്പിക്കുന്ന 12 കൊട്ട നിറച്ചെടുത്ത ആ സന്ദർഭത്തിൽ അവിടെ കൊട്ട എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് കോഫിനോസ്. അതായത് എല്ലാ ഇസ്രായേലിലെ എല്ലാ യഹൂദന്മാരുടെ കയ്യിലും ഇത് കാണാനായിട്ട് കഴിയും. ഈ ജുവനൽ എന്ന് പറയുന്ന ഒരു ഹാസ്യ കലാകാരൻ റോമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഹാസ്യ പുസ്തകത്തിനകത്ത് അന്ന് ഇസ്രായേൽ മക്കൾ ഒരുപാട് യഹൂദന്മാർ റോമിലുണ്ട്. അപ്പൊ റോമിലെ ഈ യഹൂദന്മാരെ കളിയാക്കി ഇദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ദെയർ ബാസ്ക്കറ്റ് ആൻഡ് ഹേ, ദെയർ കോഫിനോസ് ആൻഡ് ഹേ എന്ന് പറഞ്ഞാൽ അവരുടെ ബാസ്ക്കറ്റും അവരുടെ കൊട്ടയും അതിനകത്തെ പുല്ലും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരേറെ കളിയാക്കുമായിരുന്നു. അപ്പൊ യഹൂദൻ എവിടെ ചെന്നാലും അവരുടെ ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് ഈ കോഫിനോസ് ആയിരുന്നു. ഇത് മറന്നുപോരും. ഈ 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ 12 കോഫിനോസ് നിറച്ചെടുത്തു. അത് യഹൂദന്മാരുടെ ID കാർഡ് എന്ന് പറയുന്ന ആ ബാസ്ക്കറ്റ് ഫുള്ളായിട്ട് നിറച്ചെടുത്തു. എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന മുഴുവൻ വാരി എടുത്തെന്നല്ല കേട്ടോ, ചെറിയ കൊട്ടയാണ്. കൊട്ടയെന്ന വാക്കിനർത്ഥം കോഫിനോസ് ആ ചെറിയ ബാസ്ക്കറ്റ്. ഒരുപാടൊന്നും കൊള്ളത്തില്ല, നമ്മുടെയൊക്കെ വിചാരിക്കുന്ന പോലെ വലിയ വല്ലം പോലെ ഇരിക്കുന്ന വലിയ കോട്ടയൊന്നും. അല്പമായ ആഹാരങ്ങളെ ക്രമീകരിക്കാൻ കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പൊ യേശു കർത്താവ് ഇവിടെ ഈ 12 കോഫിനോസ് നിറച്ച് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് 4000 പേരെ പോഷിപ്പിക്കുന്ന ഒരു സന്ദർഭം. ഈ 4000 പേരെ പോഷിപ്പിക്കുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇസ്രായേൽ യഹൂദന്മാർ യേശുവുമായിട്ട് എപ്പോഴും ഈ വഴക്കനാനും ഉപദ്രവിക്കാനും പരീശന്മാർ യേശുവിനോട് തർക്കിക്കാനൊക്കെ വരും. യേശു എന്ത് ചെയ്യുന്ന പറയുമ്പോൾ സോർ സീദോൻ ദേശത്തിലേക്ക് പോകുന്ന കാണാനായിട്ട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന് 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്ത് ചെയ്യുന്നറിയാമോ? ഇവര് കർത്താവ് സോർ സീദോൻ ദേശം, ഈ സോർ സീദോൻ ദേശം എന്നൊക്കെ നമുക്കറിയാം, നമ്മുടെ ആഹബിന്റെ ഭാര്യയായിരുന്ന ഇസബേൽ താമസിക്കുന്ന എവിടെയാണ്? സറാഫാത്തിലെ വിധവ ആ ദേശത്താണ് താമസിച്ചിരുന്നത്. കനാന്യ സ്ത്രീയെ, സിറോഫൈനിക്ക ദേശത്ത് കനാന്യ സ്ത്രീ യേശു ക്രിസ്തു കണ്ടുമുട്ടുന്ന അവിടെ വെച്ചാണ് തന്റെ മകൾക്ക് സൗഖ്യം വരുവാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇത് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം പോയി 15-ാം അധ്യായത്തിൽ 23-28 വരെ വായിക്കുമ്പോൾ യേശു ക്രിസ്തു പറയുന്നൊരു വാചകമുണ്ട്. അല്ല, ഇവൾ വന്ന് പറഞ്ഞ് ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണം, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിരിക്കുക, നീ വന്ന് സൗഖ്യമാക്കണം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട്. ആ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് മക്കൾ ആദ്യം ഭക്ഷിക്കട്ടെ. ജസ്റ്റ് ഐ വോണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സ്. മാത്യു ചാപ്റ്റർ 15. Glory to God. ഇസ്രായേൽ മക്കളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇവിടെ മത്തായി പറഞ്ഞിരിക്കുന്നത് നന്നല്ല എന്ന് പറയുക. ഓക്കെ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുമ്പോൾ 7-ാം അധ്യായത്തിന്റെ സമാപന ഭാഗത്താണ് നമ്മൾ വരുന്നത്. ഇവിടെ വരുന്നിട്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ 26-ാമത്തെ വാക്യം 7:26 അവൾ സൂറോഫേനിക്ക ജാതിയുടെ ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. മകളിൽ യേശു അവളോട് മുമ്പേ ഫസ്റ്റ് മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്ന നന്നല്ല എന്ന് പറഞ്ഞു. മുമ്പേ ഫസ്റ്റ്, ഇതൊരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് വേർഡ്. അതായത് അപ്പം മക്കൾക്ക് മാത്രമുള്ള, നീ നിന്റെ പണി നോക്കി പോകാനല്ല പറഞ്ഞത്. മുമ്പേ ഫസ്റ്റ് മക്കൾക്ക് തൃപ്തി വരട്ടെ, എന്നിട്ട് ചെറുനായ്ക്കൾക്ക് കൊടുക്കുന്നത് അതെടുത്ത് ചെറുനായ്ക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയുടെ കീഴെ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നല്ലോ എന്ന് പറഞ്ഞാൽ ആദ്യം മക്കൾ തിന്നിട്ട് രണ്ടാമത് തിന്നുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവർക്ക് കിട്ടി, രണ്ടാമത് ഞങ്ങൾക്ക് ഉണ്ടല്ലോ എന്നൊരു ധ്വനി അവിടെ ഉണ്ട്.
ഇതാണ് യേശുക്രിസ്തുവിനോട് പറഞ്ഞത്, ഇവരുടെ വിശ്വാസം ഭയങ്കരമാണ്. ഞാൻ പണ്ട് വിചാരിച്ചത് ഞാൻ നായ്ക്കുട്ടിയാ, ഞാൻ നിന്റെ വീട്ടിലെ നായ്ക്കുട്ടിയാ എന്നുള്ള ധാരണയല്ല. നിന്റെ വിശ്വാസം വലുതെന്ന് യേശുക്രിസ്തു പറഞ്ഞ് ഇസ്രായേൽ പോലും ഇങ്ങനൊരു വിശ്വാസം കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് പ്രശംസിപ്പാനുള്ള കാരണം മർക്കോസ് ആണ് രേഖപ്പെടുത്തിയത്. മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കൾക്ക് തൃപ്തി വരട്ടെ. അപ്പൊ മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ എന്ന് വാക്ക് കേട്ട ഇവൾ മനസ്സിലാക്കി, അങ്ങനെയെങ്കിൽ രണ്ടാമത് ഞങ്ങൾക്കും തൃപ്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ചാൻസ് ഉണ്ട്. ആദ്യം യഹൂദന് പിന്നെ യവനന് എന്ന ഒരു മഹാരഹസ്യം യഹൂദന്മാർക്കോ പഴയ നിയമത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഒറ്റ ഇസ്രായേലിന് ഇല്ലാത്തൊരു വിശ്വാസം കനാന്യ സ്ത്രീക്ക് മനസ്സിലായി. ആദ്യം അവർക്ക് തൃപ്തി വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ചാൻസ് ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഞങ്ങൾക്ക് ലഭിക്കാത്ത ആ മഹാരഹസ്യം, മഹാസത്യം, മഹാരക്ഷ, പാപമോചനം, വിടുതൽ, വീണ്ടെടുപ്പ്, പുത്രത്വം, അവകാശം, ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇതാണ് പുതുനിയമത്തിന്റെ സുവിശേഷം ലോകം മുഴുവൻ കൊണ്ടുപോകുന്ന റെവലേഷന്റെ വാതിൽ ആ കനാന്യ സ്ത്രീ തുറന്നിട്ടിരിക്കുക. മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ. എന്നിട്ട് തീർന്നില്ല പ്രിയപ്പെട്ടവരെ. ഈ സ്ത്രീ യേശുക്രിസ്തുവിന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. കർത്താവ് വിശ്വാസം വലുതെന്ന് പറഞ്ഞവളെ പ്രശംസിക്കുന്നു. ഭൂതം അവളെ വിട്ടുപോകുന്നു. എന്നിട്ട് യേശുക്രിസ്തു സിദോൻ ദേശം വിട്ടിട്ട് എവിടെ പോകുന്നു? തെക്കപ്പൊലി ദേശത്തെ നടുവിലൂടെ കടന്ന് ഗലീല പുറത്തെത്തി. ഈ തെക്കപ്പൊലി ദേശത്തെക്കുറിച്ച് ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ, ലെഗിയോൻ എന്ന് പറയുന്ന പേരുള്ള ഒരു ഭൂതഗ്രസ്തൻ ഭൂതം പുറത്തു പോയപ്പോൾ അന്ന് ഏകദേശം 2000 പന്നികൾ വെള്ളത്തിൽ ചാടി ചാകുകയും ആ ഭൂതഗ്രസ്തൻ യേശുവിനെ അനുഗമിപ്പാൻ അവന്റെ പാദത്തിലിരുന്ന് അവന്റെ കൂടെ വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തു നിർബന്ധിച്ചവനോട് പോയി, നിനക്ക് കർത്താവ് ചെയ്തതിന്റെ വീട്ടുകാരെ അറിയിക്കാൻ പറഞ്ഞിട്ട് വിടുമ്പോൾ അവൻ വീട്ടിൽ ചെന്നിട്ട് തന്റെ സാക്ഷ്യം പറഞ്ഞു. അവൻ ദെക്കപ്പൊലി ദേശമൊക്കെയും ചെന്ന് ഈ വിവരം അറിയിക്കുകയും യേശുക്രിസ്തുവിനെ പ്രസിദ്ധമാക്കുകയും ചെയ്തു. അപ്പൊ ദെക്കപ്പൊലി എന്ന് പറയുന്നത് ഗ്രീക്കുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ പട്ടണമാണ്, 10 പട്ടണം. ആ 10 പട്ടണത്തിൽ ഗ്രീക്ക് ദേവന്മാരുണ്ട്, ഗ്രീക്ക് ആരാധനയുണ്ട്, ഗ്രീക്ക് സംസ്കാരമുണ്ട്. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ പന്നി വളർത്തലില്ലാത്ത. യഹൂദ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജാതികളായിരിക്കുന്നവർ, യഹൂദർ പോകാൻ ഇഷ്ടപ്പെടാത്തൊരു സ്ഥലം, യഹൂദർമാർ പ്രത്യേകിച്ച് പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലത്തിൽ മിശിഹാ തമ്പുരാൻ നേരെ എത്തുക. ഞാനിങ്ങനെ വിചാരിക്കുന്നു, യേശുക്രിസ്തുവിനെ ദെക്കപ്പൊലി ദേശത്തേക്ക് എത്തിച്ച പ്രേരക ശക്തി കനാന്യ സ്ത്രീയാണ്. കാരണം കനാന്യ സ്ത്രീ പറഞ്ഞു, ആദ്യം നിങ്ങൾക്ക് അപ്പം തിന്നോ, രണ്ടാമത് ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ അവൾ വിശ്വാസത്തിന്റെ വാതിൽ തുറന്നിട്ടു. എന്താണ് ആ വാതിലിന്റെ പ്രത്യേകത അറിയാമോ? ജാതികൾക്ക്, ലോകത്തിലെ മുഴു ജാതികൾക്കും രക്ഷയുടെ മഹത്വം എന്താ വരാൻ പോകുന്നു എന്ന സത്യം ആത്മാവിൽ ഗ്രഹിച്ചോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വിശ്വാസത്തിൽ അവിടെ നാവിന്ന് പുറപ്പെട്ടു. ആ വാക്ക് നിമിത്തം മിശിഹാ തമ്പുരാൻ യാത്ര ചെയ്ത് ഗലീലയ്ക്കപ്പുറത്ത് ദെക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ ഒരു റബിയും ഒരു യഹൂദനും ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് യേശു എത്തി. നമ്മുടെ ലെഗിയോൻ സുവിശേഷം നടത്തി സാക്ഷ്യം പറഞ്ഞ നിമിത്തം യേശുവിനെ സംബന്ധിച്ച് പ്രസിദ്ധി അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 8-ാം അധ്യായത്തിൽ യേശു കർത്താവ്, അടുത്ത അധ്യായത്തിൽ വായിക്കുന്ന ഇങ്ങനെ, യേശു അവിടെ വന്ന് അവരോടുകൂടെ സംസാരിക്കും. അത് നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ. ആ ദിവസങ്ങൾ വലിയ പുരുഷാരം ഉണ്ടായിരുന്നു. ഒന്നും ഭക്ഷിക്കാതിരുന്നുകൊണ്ട് യേശു അവർക്ക് പറഞ്ഞു, 3 നാളെ എന്നോടുകൂടെ പാർക്കും. ആഹാരം കൊടുക്കുവാൻ പറയുന്നു. പട്ടിണിയാണ്, വഴിയിൽ വെച്ച് തളർന്നു പോകും. ചിലർ ദൂരദേശത്തു നിന്ന് വന്നു. ദൂരദേശം, ഫാർ എന്ന വേർഡ് എപ്പോഴും നിങ്ങൾ ബൈബിളിൽ കാണുമ്പോൾ ഓർത്തോണം. ദേ ആർ ഫാർ ഫ്രം ദ കവനന്റ് ലാൻഡ്. ദൂരത്തുള്ളവരും സമീപത്തുള്ളവർ. വായിച്ചില്ലേ അപ്പോസ്തലർ 2-ാം അധ്യായത്തിന് 38-ാം വാക്യത്തിൽ? ദൂരത്തുള്ളവർക്ക് സമീപത്തുള്ളവർ. ദൂരത്തുള്ള പറഞ്ഞാൽ ചെതറിപ്പോയവർ, ദൂരെ താമസിക്കുന്നവർ, ഉടമ്പടിയുമായി ബന്ധമില്ലാത്തവർ, പൗരോഹിത്യമായി വാക്തത്വവുമായി ബന്ധമില്ലാത്തവർ, ദൂരെ താമസിക്കുന്നവർ. യേശു ഇവിടെ സൂചിപ്പിക്കുന്നു ദൂരത്ത് നിന്നുള്ളവരല്ലോ. ദാറ്റ് മീൻസ് ദേ ആർ ജെന്റൈൽസ്, നേഷൻസ്, ഡയസ്പോറ, പ്രവാസത്തിൽ താമസിക്കുന്നവർ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. യേശു കർത്താവ് പറയുക, അവിടെ ചെന്ന് എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. മരുഭൂമിയിൽ തൃപ്തി വരുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ടെന്ന് ചോദിച്ചു. 7 എന്നവർ പറഞ്ഞു. പുരുഷാരത്തെ ഇരുപ്പാൻ കൽപ്പിച്ചു. 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനുകളും ഉണ്ടായിരുന്നു, അതും അനുഗ്രഹിച്ചു വിളമ്പുവാൻ പറഞ്ഞു. തിന്നു തൃപ്തരായി ശേഷങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. ഇവിടെ കർത്താവ് പറഞ്ഞു 5 അപ്പവും 2 മീൻ 5 അപ്പം കൊണ്ട് പുലർത്തുമ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു? 12 എന്ന് അവർ പറഞ്ഞു. 4000 പേർക്ക് 7 അപ്പം കൊണ്ട് വിഭജിച്ചു കൊടുത്തപ്പോൾ എത്ര കൊട്ട നിറച്ചെടുത്തു എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു 7 എന്ന് പറഞ്ഞു. പക്ഷെ ഈ 2 ബാസ്ക്കറ്റും 2 വാക്കുകൾ. 12 കൊട്ട നിറച്ചെടുത്തു എന്ന് പറഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത്
കോഫിനോസ് എന്ന വേർഡെങ്കിൽ 7 വട്ടി നിറച്ചെടുത്തു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം സ്പൈറിസ് എന്ന വാക്കാണ്. സ്പൈറിസ്. ഈ സ്പൈറിസ് എന്ന വാക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ എടുക്കേണ്ടത് അപ്പോസ്തലപ്രവൃത്തി 9:25. യഹൂദന്മാർ അപ്പോസ്തലനായ പൗലൂസിനെ കൊല്ലുവാനായിട്ട് ആഗ്രഹിച്ചു ഗൂഢതന്ത്രങ്ങൾ മെനയുമ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ അന്ന് അപ്പോസ്തലനെ എന്ത് ചെയ്തു? ഒരു വലിയ മതിലിൽ നിന്നൊരു കൊട്ടയിൽ ഇറക്കി വെളിയിലിട്ട് രക്ഷപ്പെടുവാനായിട്ട് വഴിയൊരുക്കി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് കൊട്ട. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് സ്പൈറിസ്. അപ്പൊ ജാതികളുടെ പട്ടണമായ ദെക്കോപ്പൊലിയിൽ ജാതികളോട് സുവിശേഷം പറയുമ്പോൾ, ജാതികൾക്കൊപ്പം വിഭജിച്ചു കൊടുക്കുമ്പോൾ നിറച്ചെടുത്തത് 7 സ്പൈറിസും. യഹൂദന്മാരുടെ നടുവിൽ പെസഹയോട് ബന്ധപ്പെട്ട് അവിടെ പുൽപ്പുറത്തിരുത്തി 5000 പുരുഷന്മാർക്ക് ഫുഡ് കർത്താവ് അപ്പം വിഭജിച്ചു കൊടുക്കുമ്പോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബാസ്കറ്റ് കൊട്ടയ്ക്ക് കോഫിനോസ്. കോഫിനോസ് എന്ന് പറയുന്ന ജൂയിഷ് ഐഡിയും, സ്പൈറിസ് എന്ന് പറയുന്ന ജാതികൾ അവരുടെ കാര്യങ്ങൾ വാങ്ങിക്കാനിരിക്കുന്ന വലിയ കൊട്ട. ലൂസ്ഡ് ആണ്, അതിങ്ങനെ റിജിഡ് അല്ല, സ്റ്റിഫ് അല്ല. നമ്മുടെയൊക്കെ നാട്ടിൽ പശുവിന് പുല്ലിറക്കാൻ വേണ്ടി പണ്ട് ഈ മടല് കൊണ്ട്, ഓല കൊണ്ട് വല്ലം ഉണ്ടാക്കും. വല്ലം എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞത് കേട്ടോ. അതിങ്ങനെ ലൂസാ, ഞണങ്ങും തിരിയും പിരിയും ഒക്കെ ചെയ്യും. ഇഷ്ടംപോലെ പോച്ച അതിനകത്ത് പുല്ലിനകത്ത് കയറും. അങ്ങനെയുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് ഈ 7 സ്പൈറസ് എന്നുള്ളത്. നിങ്ങളിതിന്റെ മഹത്വം ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ യേശു ചോദിച്ചത്? 12 കൊട്ട നിറച്ചെടുത്ത് ഫോർ ദ 12 ട്രൈബ്സ്. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാൻ പോവുക. തീർന്നിട്ടില്ല. 7 പേരെ ഞാൻ, 7 കൊട്ട എന്ന് പറയുന്നത് ജാതികളാണ്. ഈ 7 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നോഹയുടെ പുത്രന്മാർ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ 70 പുത്രന്മാർ, 70 നേഷൻസ്. ആ 70 നേഷൻസിന്റെ നമ്പറാണ് 7. The all nations, I'm going to carry them in spires എന്ന് പറഞ്ഞ ചെറിയ വാനിറ്റി ബാഗിനകത്തല്ല കൊണ്ടുവരാൻ വലിയ 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 ഒരു മനുഷ്യനെ ഇറക്കി വിടാൻ പറ്റുന്ന നിലയിലുള്ള വലുപ്പമുള്ള സ്പൈറിസിനകത്ത് ഞാൻ ജാതികളെ ശേഖരിക്കാൻ പോവാ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യഹൂദന്മാരിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നതിനേക്കാൾ 100 കണക്കിന് 1000 മടങ്ങ് അധികമായി ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നൊരു ശേഷിപ്പിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. ഇത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ഇത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? എന്താ യേശു ക്രിസ്തു അവിടെ പറയാൻ ആഗ്രഹിച്ചത്? പരീശന്റെ പുളിപ്പുമാവിനെ കുറിച്ചല്ല, അപ്പം കൊണ്ടുവരാത്തതിനെ കുറിച്ചല്ല. യേശു ക്രിസ്തു ഈ അപ്പക്കൊട്ടകൾ നിറച്ചെടുക്കുവാൻ ആവശ്യപ്പെടുമ്പോ യഹൂദന്മാരുടെ ഇടയിൽ നിന്നും ജാതികളുടെ ഇടയിൽ നിന്നും എണ്ണം കൂടാത്തൊരു തലമുറ, എണ്ണി തീർക്കാൻ പറ്റാത്തൊരു ഗണത്തെ ദൈവം തിരഞ്ഞെടുക്കും. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ചിന്ത കൂടെ പറയാം. നമ്മൾ വെൻ യു ഗോ ടു ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 7 ഓൺവേർഡ്സ് വായിക്കുന്നത് 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേരെ വീതം 1,40,000 പേരെ എണ്ണി മുദ്ര ചെയ്ത് വേർതിരിക്കുന്നു. അതാണ് ഞാൻ മനസ്സിലായത് കോഫിനോസ്. എന്നിട്ട് അടുത്ത് പറയുന്നുണ്ട്, ജാതികളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും എണ്ണിയാൽ തീരാത്ത വലിയൊരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടു സിംഹാസനത്തിൽ എന്ന് പറയുമ്പോ ദാറ്റ് ഈസ് സ്പൈറിസ്. അതാണ് 7 കൊട്ട. ഉദാഹരണം പറയാ കേട്ടോ. ഇവിടെ അവരുടെ കയ്യിലിരിക്കുന്ന വാനിറ്റി ബാഗ്, മറ്റുള്ളിരിക്കുന്ന വലിയ 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 ബാഗ്, വലിയ ബാസ്കറ്റ്സ്. സോ ഡോണ്ട് ഫർഗെറ്റ് ദാറ്റ്. ഹിയർ ഇൻ ദ ബോട്ട് അവിടെ ഒരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു, മർക്കോസ്, ഒരപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വായ് 12 കൊട്ട അപ്പം അപ്പുറത്തിരിക്കുന്നു, 7 കൊട്ട അപ്പം അപ്പുറത്തിരിക്കുന്നു. അതിനെ കൂട്ടിയിട്ട് പറയല്ല, there is only one bread. ആ ബ്രെഡ് മറ്റാരുമല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമായ കർത്താവായ യേശുക്രിസ്തു. Christ is the bread from heaven for whom? From the Jews and for the Gentiles. അർത്ഥം ഒരപ്പം ഒരു ശരീരം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇനി 12 ഗോത്രങ്ങളും ലോകത്തിലെ മുഴുവൻ ജാതികളെയും ഞാൻ ഒരപ്പമായി ഒരു ശരീരമായി കാണാൻ പോകുന്നു. അവർ യേശുക്രിസ്തു എന്ന ശരീരത്തിൽ ഒന്നാകാൻ പോകുന്നു എന്ന സത്യമാണ് ആ ബോട്ടിൽ വെച്ച് യേശുക്രിസ്തു പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, നിങ്ങളിത് ഗ്രഹിക്കുന്നില്ല, നിങ്ങളിത് ഗ്രഹിക്കുന്നില്ല. പരീശന്മാരുടെ പുളിപ്പ് എന്താണ്, ഹെരോദിന്റെ പുളിപ്പ് എന്നൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഒരൊറ്റക്കാരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ഇത് പറഞ്ഞ ശേഷം
നേരെ അവർ ബെത്സേദയിലെത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ബെത്സേദയിലെത്തിയ ശേഷം ഒരു കുരുടനെ കാണുന്നു. കുരുടന്റെ കൈക്ക് അവനെ ഊരിന് പുറത്ത് കൊണ്ടുപോകുന്നു. കൂടുതൽ വിശദീകരിക്കാതെ പറയാം, യേശു ക്രിസ്തു അവനെ തൊടുന്നു. 2 സ്റ്റേജസ് ഓഫ് ഹീലിംഗ്. അവനെ തൊടുന്നു. അവൻ തൊടുമ്പോൾ അവൻ പറയുന്നുണ്ട്, കർത്താവ് ചോദിക്കുന്നു, നീ എന്ത് കാണുന്നു എന്ന് ചോദിക്കുന്നു. നീ വല്ലതും കാണുന്നു എന്ന് ചോദിച്ചു. മേളി നീ വല്ലതും ഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ട് വരിക കേട്ടോ. ഇവിടെ പറയാം നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേലോട്ട് നോക്കി മനുഷ്യരെ കാണുന്നു. മേലോട്ട് നോക്കി മനുഷ്യരെ കാണുന്നു. അവർക്ക് നടക്കുന്നത് മരങ്ങൾ പോലെ എന്ന് പറഞ്ഞു. അവൻ പിന്നെയും കണ്ണിന്മേൽ കൈവച്ചു. അല്ലെ കണ്ണിന്മേൽ കൈവച്ചാറെ അവർ സൗഖ്യം പ്രാപിച്ചു. മിഴി നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു. സെക്കൻഡ് ടച്ച്. സെക്കൻഡിൽ അവനെ കാണാൻ പറ്റി. ഒന്നാമത്തെ പ്രാവശ്യം കാണാൻ പറ്റിയില്ല. ഇത് പറഞ്ഞിട്ട് വളരെ ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞിട്ട് യേശുക്രിസ്തു നേരെ ശിഷ്യന്മാരുമായിട്ട് ഫിലിപ്പിന്റെ കൈസരിലേക്ക് എത്തും. ഇത് ചരിത്ര നറേഷൻ. അവിടെ വെച്ച് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്ത് പറയുന്നു എന്നെ കുറിച്ച്? യോഹന്നാൻ സ്നാപകനെന്ന്, ഏലിയാവെന്നും പ്രവാചകനെന്ന് പറയുന്നു. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് കൊടുത്തൊരു മറുപടി കണ്ട്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്റെ കേൾവിക്കാരോട് ചോദിക്കുന്നു, നിങ്ങൾ വല്ലതും ഗ്രഹിക്കുന്നു? എന്തോ അതിന്റെ അർത്ഥം? ബോട്ടിൽ വെച്ച് യേശുക്രിസ്തു ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ട് ഗ്രഹിക്കുന്നില്ലയോ, കണ്ണു തുറന്നിട്ടില്ലയോ, മനസ്സിലായില്ലയോ എന്നൊക്കെ ചോദിച്ചവരോട് സംസാരിച്ചിട്ട് ഒടുവിൽ പോയി, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടച്ച്. എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന് അപ്പോസ്തലന്മാർ ഈ താഴത്തെ കുരുടനെ ആദ്യത്തെ ടച്ച് ചെയ്തപ്പോൾ ഒന്നും മനസ്സിലായില്ല. എന്തോ മരങ്ങൾ നടക്കുന്ന പോലെ മനുഷ്യൻ നടക്കുന്നു. എനിക്ക് തോന്നുന്നു കുരുടൻ ആദ്യത്തെ പ്രാവശ്യം കണ്ണു തൊട്ടപ്പോൾ എന്താണോ കണ്ട ആ കാഴ്ച മാത്രമേ ഉള്ളൂ ആർക്ക്? ബോട്ടിൽ നിന്ന് ശിഷ്യന്മാർക്ക് ഈ ചോദ്യത്തിന് മറുപടിയായിട്ട്. അവർക്ക് 12:7 ഒന്നും മനസ്സിലായില്ല. മനുഷ്യൻ മരം നടക്കുന്ന പോലെ കുരുടൻ കണ്ടതുപോലെ ഈ അപ്പോസ്തലന്മാരും ഈ ബോട്ടിനകത്ത് ഇരുന്നിട്ട് മനുഷ്യൻ മരം നടക്കുന്ന പോലെയാണ്. 12 കൊട്ട 7 കൊട്ട പരീക്ഷന്റെ മാവ് പുളിപ്പ് അപ്പോൾ 1 ഇങ്ങനെയൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ ഫിലിപ്പിൻ കൈസരിയ വെച്ച് he got another touch, second touch. Peter got the second touch. നിനക്ക് ആരാന്നാ നീ എന്താ മനുഷ്യപുത്രനെ കുറിച്ച് പറഞ്ഞു? യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആ കുരുടന് രണ്ടാമത്തെ പ്രാവശ്യം കണ്ണിൽ തൊട്ടപ്പോൾ എങ്ങനെയാണോ കാഴ്ച കിട്ടിയത്, പൂർണ്ണമായി കിട്ടിയത്, അതുപോലെ തന്നെ ഗ്രഹിക്കാൻ കഴിയാത്ത, ഹൃദയത്തിനകത്ത് മനസ്സിലാകാതിരുന്ന അപ്പോസ്തലന്മാർക്ക് got a heavenly touch from the Father. They proclaim you are the Son of the living God. So I need to close my messages. നിർത്തുകയാണ്. What is the meaning? Jesus is the God of Israel, the God of the nations. യേശുവിന്റെ എല്ലാ പ്രവൃത്തികളിലും ഈ മഹത്വം നമുക്ക് കാണാൻ പറ്റും. ആ 70 സ്പൈറിസ്, SPYRIS, സ്പൈറിസ്, നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കുക. യഹൂദൻ, അതുകൊണ്ടാണ് ഇന്ന് ഭൂമിയിൽ യേശുവിന്റെ മക്കൾ ക്രിസ്ത്യാനികളിൽ യഹൂദൻ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. 12 കൊട്ടയൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ചുരുക്കമാണ്. പക്ഷെ ജാതികൾ 7 കൊട്ടയെ നമ്പർ ഉള്ളെങ്കിലും 70 നേഷൻസ് ആണ്. 70 നേഷനത്തിൽ ചെറിയ വാനിറ്റി ബാഗിനകത്തല്ല, മണി പേഴ്സിനകത്തല്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബാഗല്ല, വലിയ കൊട്ട നിറച്ച്. സ്റ്റിൽ ടുഡേ people are added from different nations by the grace of God. കർത്താവിന്റെ കൃപയെല്ലാം സാധ്യമാകുന്നു. ഈ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? May the Lord richly bless you. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്യണം. അതിന് കാശ് കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ, അയച്ചു കൊടുക്കുക. എല്ലാവരും കേൾക്കട്ടെ, സത്യം അറിയട്ടെ. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വേദപുസ്തകത്തിന്റെ ഒരുപാട് ഡീപ് ട്രൂത്ത് മനസ്സിലാക്കാൻ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ യു ക്യാൻ എൻ്റർ ഇൻടു ദ മെമ്പേഴ്സ് ഏരിയ. അവിടെ നിങ്ങൾക്ക് ഒരുപാട് രഹസ്യങ്ങൾ, വളരെ ഡീപ്പായ ദൈവവചന പഠനം ലഭ്യമാകും. നിങ്ങളത് ഉത്സാഹിക്കണം, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കണം. നമ്മുടെ ചാനലിനെ കുറിച്ച് മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം. അന്ധത നിറഞ്ഞ ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ സത്യം അറിയാതെയാണ് ജീവിക്കുന്നത്. പക്ഷെ അവരുടെ വേഷത്തിൽ അത് സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ സത്യമില്ല. റിയാലിറ്റി ജീവിപ്പാൻ നമുക്കും ദൈവം കൃപ തരട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നിങ്ങളുടെ നല്ല കമന്റുകൾ, നിങ്ങളുടെ കറക്ഷൻസ്, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ, കമന്റ് ഭാഗത്ത് ഇടാൻ പറ്റും. May the Lord richly bless you. Thank you. God bless you all.